ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. കായ്ക്കുംസാണ് ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് ഭയങ്കര എന്താ പറയുക ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. അപ്പോൾ കുറേ കാലമായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത് ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഇതിനേക്ക് ഇതാ ഞാൻ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പം 3 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കഴിക്കുമ്പം നല്ലതായിട്ടുണ്ടായാൽ. അപ്പോൾ ഇതെല്ലാം ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ പഴം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഗീയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊന്നിക്കൽ ഈ ഒരു രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ചൂടായി വന്നാലും ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനിന് എടുത്തിട്ടുണ്ട്, കാരണം ഒറ്റ റൗണ്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊന്ന് പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ആയതിനു ശേഷം നമ്മളൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു പഴമൊക്കെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലായി ഇതൊന്ന് കുക്കായി വന്നാൽ തന്നെ നമുക്കിത് ഈ ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം 3 പഴത്തിന് എടുക്കുന്നത് 4 മുട്ടയാണ്. അപ്പോൾ ഈ ഒരു മുട്ടയൊക്കെ ഒരു ബൗളിലേക്ക് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 മുട്ട എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂണാണ്. വലിയ സ്പൂണിൽ 4 സ്പൂൺ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ച് ഈ ഒരു പഴം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു കായ്ക്കുംസ് ഉണ്ടാക്കാനുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് ഗീ ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കായ്ക്കുംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിലപ്പോൾ തിരിച്ചിട്ട് കൊടുക്കും പൊട്ടിപ്പോക്കല്ലേ, ചിലവർക്ക് അത് ഇല്ലാണ്ടിരിക്കാനുള്ളൊരു ട്രിക്കാണ്. ഇതായതിനു ശേഷം ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കായ്ക്കുംസ് ആയാലും ക്യാരറ്റുംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ചിട്ടുന്ന സമയത്ത് പൊട്ടിപ്പോവാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്ക്കുംസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുക്കുമ്പോൾ പഴമൊക്കെ നന്നായിട്ട് പഴുത്ത തന്നെ എടുക്കാം കേട്ടോ, എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കലാണ്. ഇനി ചായ കുടിയിലും കഴിയുമ്പോഴത്തേക്ക് ബാങ്കെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ വൈകുന്നേരം അത്രയിലേ കിട്ടുന്നുള്ളൂ. പിന്നെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കി കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഡിന്നറിന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ പുട്ടാണ്.
അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കലാണ്. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 3 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ചെമ്മീനനുസരിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു 3 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴഞ്ഞ് വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെക്കുക. തക്കാളിയിലൊന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊരു 1/2 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കുക. ഈ ചെമ്മീനെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെമ്മീനെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കപ്പിനടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. 2-3 മിനിറ്റ് എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പുട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പുട്ടുപൊടിയും വെള്ളവും പാത്രമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുട്ടുണ്ടാക്കി എടുക്കുമ്പം പുട്ടുപൊടീൻ്റെ എല്ലാ ഭാഗത്തേക്ക് വെള്ളം എത്തുകയും വേണം. എന്നാൽ തന്നെ പുട്ടിങ്ങനെ കട്ട പിടിക്കാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ടൈമെല്ലാം ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റിൽ വെച്ചിട്ട് ചുടുമ്പോൾ പുട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആവുമെന്ന് പറയലുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ പുട്ടിൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഈ ഒരു ഇതിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഒരുപാടെല്ലാം ആക്കുമ്പോൾ നമ്മൾ നോർമൽ പുട്ടും കുറ്റിയില്ലേ, അപ്പോൾ അതിലുണ്ടാക്കിയെടുക്കുമ്പം എളുപ്പത്തിലാവും. ഒന്നിച്ച് തന്നെ 2-3 ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഒരു ലെയറായിട്ട് ഈ ഒരു ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു മസാലയിൽ തന്നെ തേങ്ങ ഇട്ടുകൊണ്ട് എക്സ്ട്രാ തേങ്ങ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിൻ്റെ മേലെ പുട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകുമ്പം അങ്ങനെയും ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. സാധാരണ പുട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കഴിക്കും. അത്ര അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 2 റെസിപ്പീസും എല്ലാവരും ട്രൈ ആക്കി നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.